ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം. ഇന്ന് സ്പെഷ്യലുകളൊന്നും ഇല്ല കേട്ടോ. ഒരു സാധാരണ ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഒരു സാധാരണമായ ഒരു ദിവസം അതുതന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ എന്നത്തെയും പോലെ തന്നെ ഇന്നും കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ, ഇപ്പോൾ മക്കൾക്ക് മദ്രസ് ഒരു 7 മണി മുതൽ 10:30 11 മണി ആ ഒരു സമയം വരെ ഉണ്ടാവും. അപ്പോൾ അവർക്കുള്ള നാസ്ത കൊടുത്തു വിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പോകുമ്പോഴത്തേക്കും എന്താവണം, ചായയും കടിയൊക്കെ ആവണം കേട്ടോ. അധികം ഞാൻ ഇവർക്ക് മാത്രമായിട്ട് അങ്ങോട്ട് ആക്കും, എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ ആക്കും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാട്ടിക്കൂട്ടലാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും മീൻ കറി ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. പിന്നെ ദോശ ചുടുകയാണ് കേട്ടോ. ഞാൻ ദോശക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായി. നിച്ചുമോൾ അധികം കൊണ്ടുപോകലില്ല കേട്ടോ. അവൾ ചിലപ്പോൾ ഇവിടുന്ന് ചായൻ്റെ കൂടെ അങ്ങനെ കഴിച്ചിട്ട് പോവുക ചെയ്യുക, പിന്നെ വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുക. നാഫിമോൻക്ക് പിന്നെ എന്തായാലും കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഓനക്കുള്ളത് ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു കണക്കിന് ഇത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മളെ ചായയും കൂടിയും ചായയും കടിയും ഉണ്ടാവൽ കുറച്ച് പിന്നെ എന്താ പറയുക, ഉണ്ടാക്കലൊക്കെ നേരത്തെ തന്നെ അങ്ങോട്ട് കഴിയുമല്ലോ. ഇത് അല്ലാത്തപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വൈകും. പിന്നെ ഞാൻ ഇവർ പോയതിൻ്റെ ശേഷം ഇത് എടുത്ത് വെക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ബാക്കി പിന്നെ ചുടാന്ന് വിചാരിച്ച് നിന്നിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഇവർക്കുള്ളതും കൊടുത്ത് പിന്നെ ബാക്കിയൊക്കെ അങ്ങോട്ട് ചുട്ട് വെച്ചതുകൊണ്ട് എൻ്റെ പണികൾ ചായം കടി ആവലൊക്കെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിന് കേട്ടോ. കാരണം 7 മണിയാകുമ്പോഴത്തേക്കും മക്കൾക്ക് മദ്രസ തുടങ്ങും. ഒരു 6:30 6:45 ആ ഒരു ടൈമിലേക്ക് വണ്ടി വരും. മദ്രസക്ക് രാവിലെ നമുക്ക് ഇവിടുന്ന് വണ്ടി ഉണ്ട് കേട്ടോ. പള്ളീൻ്റെ വകയിൽ വണ്ടി വരും മക്കളെ കൂട്ടാൻ. 2 ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ട്രിപ്പിൽ പോകാം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ബേജാറൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും പാടെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് സമയം 6:30 മുതൽ ഒരു 9 മണി 9:30 വരെയൊക്കെ ആക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ചൂടും കൊണ്ട് പൊരിയാണ്. ഇപ്പോൾ ഓരോ സൂര്യാഘാതവും അതും ഇതൊക്കെ ഓരോരോ സ്ഥലത്ത് അങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ ചൂട് കൊണ്ട് എല്ലാവരും ഇടങ്ങാറാവുകയാണ്. അപ്പം ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല വെയിൽ വരികയാണ്. അപ്പോൾ പിന്നെ കുട്ടികൾ മക്കളെ കാര്യം അറിയാമല്ലോ, നമ്മളും ചെറുപ്പത്തെ അങ്ങനെ തന്നെ കഴിഞ്ഞു. എന്താ പറഞ്ഞാൽ ഉള്ള കാക്കേനോടും പൂച്ചേനോടും പൂവിനോടും അവിടെ മാങ്ങണ്ടോ അവിടെ തേനുണ്ടോ ഉള്ളതൊക്കെ നോക്കിയും കണ്ടും പെറുക്കിയും അയില ഇതായിട്ടൊക്കെ അല്ലേ വരിക. നിച്ചുമോൾ പിന്നെ വേഗം എത്തും കേട്ടോ. നാഫിമോനാണ് എന്താ പറയുക അയിലയിലൊക്കെ ആയിട്ട് അങ്ങനെ വരിക. അപ്പോൾ വരുമ്പോഴത്തേക്കും ആ പൊരിഞ്ഞ വെയിലത്ത് ആ ബാവലിന്ന് ടൗണിലാണ് കേട്ടോ മദ്രസ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു 9 മണി 9:30 വരെ തന്നെ മതി മദ്രസ് എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു പൊരിഞ്ഞ വെയിലാകുമ്പോഴത്തേക്കും മക്കൾക്ക് പുരയിലേക്ക് എത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പറയുന്നുണ്ട്, ചിലപ്പോൾ സമയം മാറ്റുമായിരിക്കും. അപ്പോൾ എന്താണ് അപ്പോൾ ദോശ ചൂടലൊക്കെ കഴിച്ചിട്ടുണ്ട്. നാഫിമോൻക്കുള്ളത് ഞാൻ കൊടുത്തയച്ചിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നിച്ചുമോൾ ഇവിടുന്ന് ചായക്ക് കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കുടിച്ചതാണ്. ഞാനും എന്താ പറയുക ഒന്ന് ചുടുമ്പോൾ ഒരു കുറച്ച് ദോശ അങ്ങനെ മുരിയിപ്പിച്ചെടുത്തിട്ട് പിന്നെ ഒരു കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കൂട്ടി കഴിക്കാൻ എനിക്കും ഇഷ്ടമാണ് കേട്ടോ, കറിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഞാനൊന്ന് അങ്ങനെ അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടായി. ബാക്കി ദോശയൊക്കെ അങ്ങനെ തന്നെ ആ ഒരു അപ്പം തന്നെ അങ്ങോട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്ക രാവിലെ നടക്കാൻ പോയിട്ടുണ്ടായി. മക്കൾ മദ്രസ പോണതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പിന്നെ എന്താണെന്നൊരു ചെറിയൊരു ഓട്ടം പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇക്കാക്കുള്ള ചായ കൊടുക്കാനുണ്ട്. ഞാൻ കുറേ പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോവാന്ന്, ദോശ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട വന്നിട്ട് മതി എന്നിട്ട് വെറും കട്ടൻ ചായ മാത്രം ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്തോ കാര്യമായിട്ടുള്ള സംസാരത്തിലാണ് ഞങ്ങൾ രണ്ടാളും. എന്താണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഞാൻ പറയലുണ്ടല്ലോ, ചിലപ്പം ഇന്നലെ എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടതാണ് കേട്ടോ. ചിലപ്പം ഒരു ദിവസം ഷോർട്ട് ഇടും, ഒരു ദിവസം ലോങ് ഇടും, അങ്ങനെ മാറി മറിച്ചൊക്കെ ആണല്ലോ പിന്നെ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ ദിവസം 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എന്തേനു എന്നുള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഒരു തപ്പിപ്പിടുത്തായിരിക്കും കേട്ടോ, നമുക്ക് പറയാൻ കിട്ടൂല. തലേ ദിവസത്താണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. കുറച്ച് ദിവസം മുന്നേ ഒക്കെ ആയിട്ട് എടുത്തേക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മ കിട്ടൂല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഹിക്കപ്പുള്ള ചായയും കട്ടൻ ചായയൊക്കെ കുടിച്ച് ചായയും കടി ആയിട്ടും ഉണ്ട് കേട്ടോ. മീൻ കറിയും ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാരോട് ഞാൻ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അവരവിടെ കാത്തിക്കുന്നുണ്ട് എന്തോ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇക്കാക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്.
നാസിമോനും നീച്ച് വന്നാൽ ഓനുക്കും ചായ കൊടുക്കുക. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ തീർക്കാൻ കേട്ടോ. ഇന്നത്തെ എൻ്റെ പണികൾ വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-11 മണിയായപ്പോഴത്തേക്കും കംപ്ലീറ്റ് എല്ലാ പണികളും ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയും പോകാനൊന്നുമില്ല. സാധാരണ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെയാണ് ഞാൻ അങ്ങനെ പണികൾ തീർക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബസ് കണക്കാക്കും അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോകണമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളെല്ലാം തീർക്കുമല്ലോ. ഇന്ന് പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എപ്പം നേരത്തെ അങ്ങോട്ട് എണീച്ചാൽ തന്നെ നമ്മളെ പണികൾ തീരും. നമ്മളിനി മദ്രസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ 5:45 തന്നെ എണീക്കലുണ്ട് കേട്ടോ. മദ്രസ ഇനി 7 മണിക്കായാലും 6:30 നമ്മൾ ആ ഒരു നേരത്തെ തന്നെ ആ ഒരു ടൈമിലേക്ക് എണീക്കും. രാവിലെ ഒരു 6 മണി 6:30 ആ ഒരു സമയത്ത് നടക്കാൻ പോകും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെ നേരത്തെ എണീക്കണത് കൊണ്ട് പണികളൊക്കെ വേഗം ഒരുങ്ങും. പിന്നെ ചില ദിവസം നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഒരു മടി ഉണ്ടാവുമല്ലോ, നമുക്ക് പണികൾ തുടങ്ങാനൊരു മടി. ഒന്നാമത്തെ ഫോൺ രാവിലെ തൊട്ടാൽ പോയിട്ടോ കാര്യം. ഫോണ് എടുത്ത് വെറുതെ തന്നെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടിയല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ദിവസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നെ ചായയും കടിയൊക്കെ ആക്കി ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നാസിമോൻ്റെ കൂടെ ഒന്ന് TV കണ്ടിരുന്നിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ആ TVയും കണ്ട് അങ്ങനെ ആ ഒരു അങ്ങോട്ട് ഇരുന്ന് പോയി. 11 മണി 11:30 ആയപ്പോഴാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചായ കുടിയൊക്കെ കഴിച്ചു. പിന്നെ വേഗം കഴുകാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെയാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് പാത്രം കഴുകാനുണ്ടാവുക. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇനി അങ്ങോട്ട് ഇനിയിപ്പം നാളെ രാവിലെ വരെ അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഭക്ഷണം കഴിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാവില്ല എന്നല്ല. പാത്രം എങ്ങനെയായാലും അടുക്കളയിൽ കയറി നമുക്ക് പാത്രം കഴുകാനാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ രാവിലെയാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കഴുകാനുണ്ടാകും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ അടുക്കള ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ഗ്യാസിൻ്റെ അടിയും ഗ്യാസും എല്ലാം തുടക്കുന്ന തന്നെയാണ് കേട്ടോ. എന്നും നമ്മൾ എല്ലാ ദിവസവും തുടക്കുമ്പോൾ അതിന്മേൽ കൂടെ ഒക്കെ നമ്മൾ ആ ഒരു തുടക്കുന്ന തുണിയും കൊണ്ട് ഒന്ന് കൈ അങ്ങോട്ട് ഓടിച്ച് വിട്ടാൽ എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് അല്ലാതെ ഒരു ഡീപ്പായിട്ടൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ ഡെയിലി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ചു. ബാക്കിയുള്ളിടത്തും അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അടിച്ചു വാരി തുടക്കുക അങ്ങനത്തെ പണികളൊക്കെ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം തീ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ. ചോറ് വെക്കാൻ പിന്നെ വേറെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. തീ കത്തിക്കുക, ചോറിന് വെള്ളം വെക്കുക, അരി ഇട്ടാൽ നമ്മളെ ചോറ് അങ്ങോട്ട് ആയിക്കോളും. പക്ഷേ കറീൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എന്നും ഒരു ആലോചിക്കലുണ്ടാവും. അതേപോലെ തന്നെ രാവിലെ എന്താണ് കടി ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് തലേന്ന് ആലോചിക്കാനുണ്ടാവും. ഇനി തലേന്ന് ആലോചിക്കാൻ മറന്നുപോയാൽ പിറ്റേന്ന് രാവിലെ ആലോചിക്കാനുണ്ടാവും. നമ്മൾ വീട്ടമ്മമാർക്ക് എന്തൊക്കെ ചിന്തിക്കാനുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് ചോറ് വിറകൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറമ്പിൽ കൂടെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചോറ് ഞാൻ മെല്ലെ അടുപ്പത്ത് തന്നെ തട്ടിക്കൂട്ടി വെക്കും കേട്ടോ. ചകിരിയായിട്ടും അതും ഇതൊക്കെ ആയിട്ട്. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് വേഗം അലക്കാനുള്ള തുണികൾ അടിച്ചു വാരലും തുടക്കലും പാത്രം കഴുകൊക്കെ ആ ഒരു ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ മെഷീനിൽ തന്നെയാണ് കേട്ടോ അലക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ കല്ലിൽ അലക്കാൻ മാത്രമുള്ള തുണികളൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ മെഷീനിൽ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലക്കിയ തുണികളൊക്കെ ഒന്ന് വേഗം മുറ്റത്ത് കൊണ്ടുവന്നൊന്ന് വിരിച്ചിടുകയാണ്. പൊരിഞ്ഞ വെയിലുമാണ് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തുണികളൊക്കെ അങ്ങോട്ട് ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ ആ തുണികളും ആറിയിട്ട് വന്നു. ചോറ് അപ്പുറത്താവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കറിയാക്കുന്നത് പരിപ്പാണ് കേട്ടോ. പരിപ്പ് താളിക്കുകയാണ്. നമ്മൾ പരിപ്പ് താളിക്കുക, ചില സ്ഥലത്ത് പരിപ്പ് കുത്തി കലക്കാന്നോ അങ്ങനെയൊക്കെ പറയും. ഞാൻ വേറെ ഓരോരുള്ളവരൊക്കെ വീഡിയോയിൽ അങ്ങനെ ഓരോരോ പേരുകൾ കേൾക്കുന്നതാണ് കേട്ടോ. നമ്മൾ പരിപ്പ് താളിക്കുകയാണ്. പരിപ്പ് സാധാ പേപ്പർ പരിപ്പില്ലേ പെട്ടെന്ന് വേവുന്ന ആ ഒരു പരിപ്പ്, തക്കാളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് കടുക് ഇട്ടിട്ട് കൊണ്ട് വറവിട്ട് എടുക്കുക. ഒരു സിമ്പിൾ താളിപ്പ് കേട്ടോ. വേവിക്കാനൊക്കെ വെച്ചു. പിന്നെ അത് വറവിടുന്നതോ അതിൻ്റെ ശേഷമുള്ള വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാലും മറന്നുപോയി കേട്ടോ. പരിപ്പ് വെന്തു ഒന്ന് മറക്കാൻ കാരണം വേറെ ആരോ അങ്ങനെ എന്തോ കഴിഞ്ഞു കേട്ടോ. ആരോ ഒന്ന് വന്നിട്ടുണ്ടായി. പിന്നെ ആ ഒരു വർത്തമാനത്തിലും ഇതിലും അങ്ങനെയൊക്കെ അങ്ങോട്ട് ആയിപ്പോയതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റോപ്പായാൽ പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ളതിന് അങ്ങോട്ട് മറന്നു പോകും കേട്ടോ. അങ്ങനെ മറന്നുപോയതായിരുന്നു. പിന്നെ ഇതാട്ടെ നമ്മൾ പരിപ്പിന് ഞാൻ അവിടെ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒറ്റ വിസിൽ വന്നിട്ട് അങ്ങോട്ട് ഓഫാക്കിയിട്ട് അതിൻ്റെ ആ ഒരു എയറും കാര്യങ്ങളും പോകുന്നത് വരെ ഒന്നായിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ വീഡിയോ മൊത്തം കണ്ടിട്ട് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് എന്ന് പറയുന്നത് തുടർന്നുള്ള വീഡിയോകളൊക്കെ ഒന്ന് അങ്ങോട്ട് കണ്ട് സഹകരിക്കുക എന്നുള്ളതാണ്.
പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. പിന്നെ ഉച്ചക്ക് പിന്നെ എന്താ നിച്ചുമോള് മോരും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മളെ ചോറ് വയ്ക്കലും കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. താത്തിയും അനിയൻ്റോളും എല്ലാവരും മക്കളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പാടെ ഇതാട്ടോ നമ്മൾ പുറത്തായിരുന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ചായ വേണ്ട ഇപ്പോൾ ചൂടായതുകൊണ്ട്. എന്നാലും നമ്മൾ പുരയിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ല ഒന്നും കൊടുക്കാതെ വിടുമ്പോൾ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ എല്ലാവർക്കും ചായ വെച്ചു. മിച്ചറും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇതാട്ടോ പോയിക്കണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.